ഇനി LDFിന്റെ പ്രതീക്ഷകളെ കുറിച്ച് പറയാൻ റിനു ശ്രീധർ കൂടി ചേരുന്നു. പറയൂ റിനു. UDF വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. സർവേകളെല്ലാം തന്നെ, എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ UDFന് അനുകൂലമാണ്. പക്ഷേ LDF ക്യാമ്പും സജീവമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ടുഡേസ് ചാണക് ഏറ്റവും അവസാനം വന്ന സർവേയിൽ നമുക്കറിയാം 73 സീറ്റുകൾ നേടി LDF നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നുള്ളതാണ് ആ സർവേ ഫലം വന്നിരിക്കുന്നത്. പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ LDFന് ഭരണം നഷ്ടമാവുകയാണെങ്കിൽ രാജ്യത്ത് ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണുള്ളത് ഒരു സംസ്ഥാനത്തിൽ, അത് നഷ്ടമാകുമെന്നുള്ള ഒരു വിവരം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. സജീവമായിട്ടുള്ളൊരു സാന്നിധ്യമായി മാറുകയും ചെയ്യുന്നുണ്ട് LDF-ൽ മുഖ്യമന്ത്രിക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ചർച്ച വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലേക്കുള്ള ചർച്ച ഏത് തരത്തിലാകണം, അല്ലെങ്കിൽ മന്ത്രിമാർ ആരാകണം എന്നുള്ള ഒരു സജീവ ചർച്ചയിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും മുതിർന്ന CPM നേതാക്കളടക്കം മുൻ മന്ത്രിമാർ അടക്കം വലിയ പരാജയത്തിലേക്ക്, പടുകുഴിയിലേക്ക് വീഴുമെന്നുള്ളത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒപ്പം CPI സെക്രട്ടേറിയറ്റും വിലയിരുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നേരത്തെ തന്നെയുണ്ട്. നിലവിൽ പ്രതീക്ഷിച്ച മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് അടക്കം നേരത്തെ 14 മണ്ഡലങ്ങൾ 13 തിരുവനന്തപുരത്ത് LDF-നൊപ്പമായിരുന്നു. പക്ഷേ ഇത്തവണ അത്ര ഒരു വിജയത്തിലേക്ക് എത്തുവാൻ വേണ്ടി കഴിയില്ല. നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും LDF-ന് ഭരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി കഴിയും. പിണറായി വിജയൻ 3-ാം ഊഴത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് LDF-ഉം മുന്നോട്ട് വെക്കുന്നത്. ആ പ്രതീക്ഷ കൈവിടാതെ തന്നെയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ തന്നെയാണ്, സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലൊക്കെ തന്നെയാണ് LDF-ഉം മുന്നോട്ട് വെക്കുന്നത്. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.